ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം. ഡോക്ടറും ഇഷിതയും ചേർന്നിട്ട് സംസാരിക്കുകയാണ്. എന്തായാലും വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പ്രേ അല്ല, കീടനാശിനി എന്ന് പറയുന്നത് ചെടികൾക്കൊക്കെ ഉപയോഗിക്കുന്ന. ഫ്ലാറ്റിൽ നിങ്ങൾ ചെടിയൊന്നും വെച്ചിട്ടൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത് പുറത്തുനിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവന്നതാണെങ്കിൽ അത് മഞ്ജുമയാവില്ല, കാരണം പെട്ടെന്ന് അറേഞ്ച് ചെയ്ത യാത്രയാണ്. മഞ്ജുമ ഇത് നേരത്തെ വാങ്ങിച്ച് സൂക്ഷിക്കാനായിട്ട് യാതൊരുവിധ സാഹചര്യവും ഇല്ല. പിന്നെ ഉള്ളത് രചനയാണ്. മഞ്ജുമ പറഞ്ഞിട്ട് വീട്ടിലെ സാഹചര്യം രചന അറിഞ്ഞിട്ട് രചനയാണ് ഇങ്ങനെ ചെയ്തതെങ്കിലോ എന്നാണ് ഇഷിതയ്ക്ക് സംശയം തോന്നുന്നത്. കാരണം രചനയ്ക്ക് പകയുണ്ട് മഹേഷിനൊരു കുഞ്ഞുണ്ടായതിൽ. എന്തായാലും അപ്പോഴേക്കും കൊച്ച് മരുന്നിനോട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങിയെന്ന് വേറൊരു ഡോക്ടർ വന്നിട്ട് ഇങ്ങനെ പറയുകയാണ്. ഇഷിത സന്തോഷത്തോടു കൂടി അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അതിനുശേഷം പുറത്ത് മഹേഷ് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ മഹേഷ് മാത്രമല്ല, മഞ്ജുമയും മാറിയിരിപ്പുണ്ട്. ആദിമവും വന്നപ്പോൾ നീ അച്ഛമ്മയുടെ അച്ഛൻ്റെ എടുത്തിരിക്കാനല്ലേ ഞാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ ചോദിക്കുക. അവിടെ ചിപ്പിയുണ്ട്, എനിക്ക് അവിടെ ഇരുന്നിട്ട് സമാധാനം കിട്ടുന്നില്ല ഡാഡി. നമുക്ക് കണ്ടുപിടിക്കണം കുഞ്ഞിന് എന്താ സംഭവിച്ചതെന്ന്. എന്തായാലും കുഞ്ഞ് രക്ഷപ്പെടട്ടെ, അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കാം മോനെ. ആ സമയത്താണ് പോലീസ് വന്നത്. പോലീസ് വന്നിട്ട് കാര്യങ്ങളൊക്കെ തിരക്കി കഴിഞ്ഞ് മഞ്ജുമയാണ് വീട്ടിലുണ്ടായിരുന്നത് എന്നൊക്കെ മനസ്സിലാക്കുക. സാറേ, അച്ഛനും അച്ഛമ്മയും കുഞ്ഞാവയെ മഞ്ജുമേപ്പയുടെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് ബാങ്കിൽ പോയത്. പിന്നെയാണ് കുഞ്ഞാവയ്ക്ക് അപകടം ഉണ്ടായത്. ഇവനാൾ കൊള്ളാലോ എന്ന് പോലീസ്. മഹേഷിൻ്റെ മോനാണോ? അതെ. എന്താ നിൻ്റെ പേര്? ആദി. അച്ഛൻ പറയാൻ മടിക്കുന്നതൊക്കെ പറയുന്നുണ്ടല്ലോ മോൻ. അച്ഛൻ പറയാൻ മടിച്ചൊക്കെയാണല്ലോ മോൻ എന്ന് പറയുന്നത്. അല്ല, അവരെ ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവാ. അങ്ങനെ മഞ്ജുമയെ പോലീസ് കൂട്ടിക്കൊണ്ടുവരികയാണ്. സാറ് വിളിക്കുന്നു, ചെല്ല. അങ്ങനെ മഞ്ജുമയെ ചോദ്യം ചെയ്യാണ്. നിങ്ങളുടെ പേരെന്താ? വിവരങ്ങളൊക്കെ ഏകദേശം മനസ്സിലാക്കിയാണ് ഞാൻ വന്നത്. മഞ്ജുമയും കുഞ്ഞും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഞങ്ങൾക്ക് പണിയുണ്ടാക്കാതെ എന്താണ് നടന്നതെന്ന് മഞ്ജുമ തുറന്നു പറയൂ. മഞ്ജുമയാണെങ്കിൽ ആകെ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. പറയുന്നത് കള്ളമാണ് എങ്കിൽ ചോദ്യം ചെയ്യുന്നത് പിന്നെ ഇവിടെ വെച്ചായിരിക്കില്ല, അങ്ങ് പൊക്കിയെടുത്ത് സ്റ്റേഷനിൽ കൊണ്ടുപോകും, അവിടെ വെച്ച് ചോദ്യം ചെയ്യും. മഞ്ജുമ പേടിച്ചരണ്ട് ഇങ്ങനെ നിൽക്കുക. തുടങ്ങിക്കോ. കുഞ്ഞ് ഉറങ്ങുന്നത് കണ്ടിട്ടാണ് ഞാൻ ബാത്റൂമിലേക്ക് പോയത്. കുളിക്കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴേക്കും കുഞ്ഞ് ഉണർന്നു എന്നറിയാനായിട്ട് ഞാൻ ചെന്ന് നോക്കി. കുഞ്ഞിന് അന്നേരത്തിനും അനക്കമില്ലായിരുന്നു. അല്ലാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. കുഞ്ഞിന് അനക്കമൊന്നും ഇല്ല എന്ന് കണ്ടപ്പോഴാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങളെ എനിക്ക് അറിയാവുള്ളൂ എന്ന് പറഞ്ഞ് മഞ്ജുമ കരച്ചില. എൻ്റെ അനിയനെ കുഞ്ഞിനെ ഞാൻ എന്തിനാ അപകടപ്പെടുത്തുന്നത് എന്ന് ചോദിച്ചു മഞ്ജുമ കരച്ചിലാട്ടോ. അപ്പം നിങ്ങളാണ് കുഞ്ഞിനെ അപായപ്പെടുത്തിയതെന്ന് ഏറ്റവും നിങ്ങൾ എല്ലാവരും സംശയത്തോടെ കാണുന്നതുകൊണ്ട് പറഞ്ഞതാ. എന്നെ ഏൽപ്പിച്ചു പോയ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു പോയ ഞാൻ മറുപടി പറയണ്ടേ? കുഞ്ഞ് ശ്വസിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മാത്രമാണ് ഞാൻ കുഞ്ഞിനെ എടുത്തത്. അതിനു മുമ്പ് ഞാൻ കുഞ്ഞിനെ എടുത്തില്ല. നുണ പറയരുത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ബാത്റൂമിൽ പോകുമ്പോൾ പുറത്തേക്കുള്ള വാതിൽ ലോക്ക് ചെയ്തിരുന്നോ? അതേപ്പറ്റി ഞാൻ ഓർക്കുന്നില്ല. അല്ല, നിങ്ങൾ കുഞ്ഞുമായിട്ട് പുറത്തേക്ക് വരുമ്പോൾ വാതിൽ ലോക്കായിരുന്നോ? വാതിൽ കുറ്റിയിട്ടിരുന്നില്ല. അകത്താരെങ്കിലും വന്നതിൻ്റെ ലക്ഷണം വല്ലതും ഉണ്ടായിരുന്നോ? അവിടെ ആരും വന്നതിൻ്റെ ലക്ഷണമൊന്നുമില്ല. ഞാൻ കള്ളമൊന്നും അല്ല പറയുന്നത്. ഞാൻ പറയുന്നത് വിശ്വസിക്കണം. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ശരി, മഞ്ജുമ പറയുന്നത് ഞാൻ വിശ്വസിക്കാം. പക്ഷേ കുഞ്ഞിന് പറ്റിയത് എന്താണെന്ന് മഞ്ജുമ എനിക്ക് പറഞ്ഞ് വ്യക്തമാക്കി തരണം. മഞ്ജുമ പേടിച്ചരണ്ടിങ്ങനെ നിൽക്കുക. സത്യം പറയേണ്ടി വരുമെന്ന് ഓർത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോഴേക്കും വേറൊരു അശരീരി, അവൾ മനസ്സാ വാച അറിഞ്ഞ കാര്യമല്ല സാറേ ഇത് എന്നും പറഞ്ഞുകൊണ്ട് ആരാ വന്നേ? നമ്മുടെ ആകാശ് മേനോൻ വന്നത് മഞ്ജുമ പേടിച്ചു. എല്ലാവരും അന്തം വിട്ടിങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇവൻ എന്താണ് പറയാൻ വരുന്നത് അറിയാൻ വളരെ വിഷമത്തോടെയാണ് ആകാശ് വരുന്നത്. അല്ല, ആകാശ് മേനോൻ എന്താ ഇവിടെ? മഹേഷിനൊരു ആപത്ത് വന്നു എന്നറിഞ്ഞാൽ വിവരം അറിയാൻ വരാതിരിക്കാൻ പറ്റുമോ എനിക്ക്? അതുകൊണ്ട് വന്നതാണ് ഞാൻ. ഈ മഞ്ജുമയ്ക്ക് കുഞ്ഞിനെ ഇല്ലാതാക്കണമെന്ന് മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു എന്നിരിക്കട്ടെ. പക്ഷേ ഇങ്ങനൊരവസരത്തിൽ ആരെങ്കിലും അത് ചെയ്യുമോ? ആരും അത് ചെയ്യില്ല. കള്ളൻ്റെ കയ്യിൽ താക്കോൽ ഏൽപ്പിച്ചിട്ട് പോയാൽ അവൻ കക്കുവോ സാറേ? കക്കുവോ എന്ന് ചോദിച്ചു. ബുദ്ധിയുള്ള കള്ളനെ താക്കോലിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനല്ലേ ശ്രമിക്കുകയുള്ളൂ. നിനക്കെന്താണ് അവിടെ കാര്യം എന്ന് മഹേഷ് ചോദിച്ചു. നീ ഒച്ച ഉണ്ടാക്കുന്നത് എന്തിനാണെന്ന് എനിക്കറിയാം. കുഞ്ഞിന് പണി കൊടുത്തത് ആരാണെന്ന് നിനക്കറിയാം. ഇപ്പം നീ ശ്രമിക്കാൻ പോകുന്നത് ഈ പാവം പെണ്ണിനെ ഒറ്റ കൊടുക്കാനാണ്. ആകാശ് മേനോൻ എന്തിനാ ഇതിലിടപെടുന്നത്? നിങ്ങൾ ഇവിടുന്ന് പോ. സാറേ, എനിക്ക് ഇതിലിടപെടാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട്. നിൽക്കണ പയ്യനെ സാറ് കണ്ടില്ലേ? ഈ പയ്യനെ കണ്ടില്ലേ? മഹേഷിൻ്റെ ആദ്യ ഭാര്യയിലെ സന്തതിയാണ്. ഇവനെയും ഇവൻ്റെ മമ്മിയെയും സംരക്ഷിച്ചു പോരുന്നത് ഞാനാണ് എന്ന് സാറിനും അറിയാവുന്ന കാര്യമല്ലേ? അല്ല, എന്താണ് ഇവിടെ പറയേണ്ട കാര്യം? സാറേ, ഈ കേസ് തെളിയിക്കണമെങ്കിൽ എൻ്റെ വാക്കുകൾ കൂടി കേൾക്കണം. അല്ലെങ്കിൽ ഒരു തെറ്റും ചെയ്യാത്ത ഈ പാവം സ്ത്രീയെ പിടിച്ച് അകത്തിടണം. എല്ലാം ചെയ്തിട്ട് ഈ ദുഷ്ടൻ എന്തൊക്കെ ഈ പറയുന്നത്? എന്നെ രക്ഷിക്കാനാണോ ശിക്ഷിക്കാനാണോ ഇയാൾ വന്നത്? ഇനി നീ ഇവിടെ നിന്ന് നിൻ്റെ മുഖം അടിച്ച് ഞാൻ പൊട്ടിക്കും. ഇറങ്ങിപ്പോടാ.
അല്ല, ആകാശ് മേനോന് പറയാനുള്ളത് എനിക്ക് കേൾക്കണം, ഇതും അന്വേഷണത്തിൻ്റെ ഭാഗമാണ് എന്ന് പോലീസ് പറഞ്ഞു. അങ്ങനെ ആകാശ് പറഞ്ഞു, ഈ പയ്യനെ ഒരു മാനസിക പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ പയ്യനാണ് ആദ്യമാണ് കുഞ്ഞിനെ കൊന്നത് എന്നാക്കി. സിബ്ലിംഗ് റൈവലിംഗ് എന്നൊരു പേരുണ്ട് അതിന്. അങ്ങനെ ഒരു മാനസിക പ്രശ്നം ഇവനുണ്ട്. ഇളയ കുട്ടി ജനിച്ചത് ഇവന് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇളയ കുട്ടികൾക്ക് രക്ഷിതാക്കളിൽ നിന്ന് അമിത സ്നേഹം കിട്ടുമ്പോഴുള്ള കടുത്ത അസൂയ എന്നൊക്കെ പറയാം. അതിനാണ് ഇവനെ ഇങ്ങനെയൊക്കെ ചെയ്തത്. അവസരം കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ ഇല്ലാതാക്കി കളയുന്ന എത്രയോ കേസുണ്ടെന്നറിയാവോ. ഇവൻ എൻ്റെ കൂടി കഴിയുമ്പോൾ തന്നെ ഇവൻ്റെ പ്രശ്നം ഞാൻ തിരിച്ചറിഞ്ഞതാണ്. ഒരു വല്ലാത്ത സെൽഫിഷായിട്ടുള്ളൊരു കുട്ടിയാണ് ഇവൻ. നിങ്ങൾ വിചാരിക്കും പോലെയൊന്നും അല്ല. ഇവൻ്റെ മമ്മിയോട് ഞാൻ സ്നേഹം കാണിച്ചാൽ ഇവൻ എന്നെ ആക്രമിക്കാനായിട്ട് വരും. ഇവൻ അതൊന്നും സഹിക്കാൻ പറ്റത്തില്ല. അങ്ങനൊരു പയ്യന. സ്കൂളിൽ പല കുട്ടികളെയും ഇവൻ മൃഗീയമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. മൃഗീയമായിട്ട്. സാറിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മോൻ്റെ മൂക്കിൻ്റെ പാല് പിടിച്ച് തകർത്തിട്ടുണ്ട് ഈ കുട്ടി. സാറിന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക. അപ്പോഴേക്കും വേറൊരു പോലീസുകാർ പറഞ്ഞു, അത് സത്യം കേട്ടോ. എങ്ങനെയുണ്ട് സാറേ ഞാൻ പറഞ്ഞത്, സത്യമല്ലേ? സാറേ, വയലൻസ് ഉള്ള സിനിമകൾ മാത്രമേ ഇയാളെ കാണൂ. ഇല്ല, ഞാൻ സിനിമയൊന്നും കാണാറില്ല. നീ എപ്പം മിണ്ടണമെന്ന് ഞാൻ പറയാം എന്ന് പറഞ്ഞ് ആദിയോട് പോലീസ്. നീ ആളത്ര നിസ്സാരക്കാരനല്ല എന്ന് വന്നപ്പോൾ തന്നെ എനിക്ക് സംശയം തോന്നിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒരു ഗൂഢാലോചനയാണ്. എൻ്റെ മോൻ്റെ തലയിൽ ഇത് കെട്ടിവെക്കാനുള്ളൊരു തന്ത്രം മാത്രമാണ്. നടക്കില്ല ആകാശേ, നടക്കില്ല. നീ മണം പിടിച്ച് വന്നത് ഇതിനു വേണ്ടിയുമായിരുന്നല്ലേ? ഞാനിതിവിടെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞതല്ലേ മഹേഷേ, ഇവനെ കൊണ്ടുപോകരുതെന്ന്. ഇവനെ കൊണ്ടുപോയാൽ പ്രശ്നം ഇതാണ്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. നിങ്ങൾ ആരെങ്കിലും കേട്ടായിരുന്നോ? ആദ്യം വിട്ടു തരാതിരിക്കാൻ വേണ്ടി അവനെ ഞാൻ മോശക്കാരനാക്കുവാണ് എന്ന് വരെ നിങ്ങൾ പറഞ്ഞില്ലേ? സത്യത്തിൽ എന്താ സംഭവിച്ചത്? ആദ്യമല്ലേ പ്രശ്നക്കാരൻ? ഇവൻ്റെ അനിയത്തിയല്ലാതെ മറ്റൊരാളെ അംഗീകരിക്കാനായിട്ട് പറ്റില്ല. മഹേഷിൻ്റെ രണ്ടാം ഭാര്യ ഒരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോഴാണ് ഇവൻ അങ്ങോട്ടേക്ക് വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത്. എന്തായാലും മഹേഷ് കരുതിയത് ഇവൻ്റെ സ്നേഹമാണെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല. ഇവൻ ആ കുഞ്ഞിനെ കൊല്ലണമായിരുന്നു. അതിന് വേണ്ടിയിട്ടാണ് അന്ന് കോടതി വെച്ചിട്ട് വരാൻ പോകുന്ന ആപത്തിനെക്കുറിച്ച് ഞാൻ ഇവരോട് തുറന്നു പറഞ്ഞതാണ്. അതെല്ലാം കോടതി രേഖകളിൽ കാണുകയും ചെയ്യും. ഇങ്ങനൊരു പ്രശ്നം ഉണ്ടെന്ന് ആദ്യം മഹേഷിൻ്റെ കൂടെ അയച്ചാൽ മഹേഷിന് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ ആദ്യം കൊന്നുകളയുമെന്ന് ഞാൻ കോടതിയിൽ മുന്നറിയിപ്പ് കൊടുത്തതാണ്. ഇത് നിനക്ക് നിഷേധിക്കാൻ പറ്റുമോ മഹേഷേ എന്ന് ചോദിച്ചു. എന്തായാലും മഹേഷ് ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. ഞാനിത് പറയാൻ കാരണമുണ്ട്. ഇഷിത പ്രഗ്നൻ്റ് ആണ് എന്നറിഞ്ഞത് മുതൽ ഇവൻ സ്ഥിരമായിട്ട് കാണുന്ന ഒരു മലയാള സിനിമയാണ്. ആ സിനിമ എൻ്റെ വീടാപ്പൂൻ്റെ ആട്ടോ ഉദ്ദേശിച്ചത്. ഇളയ കുട്ടിയെ, അപകടപ്പെടുന്ന കുട്ടിയെ. ആ ഒരു സിനിമ എന്തിനു വേണ്ടി ഇവൻ വീണ്ടും വീണ്ടും കാണണം? ഞാൻ അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല. ഇതാടി ഇയാൾ കള്ളം പറയുക എന്നൊക്കെ പറഞ്ഞ് ആദ്യമറിയാം. രചനയ്ക്ക് ആകെയുള്ള പ്രതീക്ഷ ഈ കുട്ടിയിലാണ്. ഇവൻ വല്ല ജുവനൈൽ ഹോമിലോട്ടും പോയാൽ അവളുടെ കാര്യം കഷ്ടത്തിലാവേ എന്ന് ആകാശ് പറയുക. അതുകൊണ്ടാണ് ഇവനെ വീട്ടിൽ കേട്ടരുതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ അടിയായി. എപ്പോഴാണ് എൻ്റെ മോൻ അങ്ങനെ ഒരു കൃത്യം ചെയ്തത് എന്ന് ചോദിച്ചുകൊണ്ട് മഹേഷ് ആകാശിൻ്റെ ഷോൾഡറിലേക്ക് കയറി പിടിച്ചു കേട്ടോ. പോലീസുകാർക്ക് മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടപ്പോഴേക്കും പോലീസുകാർ മഹേഷിനെ പിടിച്ചു മാറ്റാനൊക്കെ ആയിട്ട് ശ്രമിക്കുക കേട്ടോ. ഇവൻ്റെ കഥാപ്രസംഗം ഞാൻ ഇനിയും കേൾക്കണോ? ഇനിയും ഞാൻ കേൾക്കണോ എന്ന് ചോദിച്ചു മഹേഷ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ മോൻ അത് ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാനായിട്ട് എനിക്ക് കഴിയും, എനിക്ക് പറ്റും. എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാനായിട്ട് ഒരുത്തനെയും ഞാൻ അനുവദിക്കില്ല. ഡാഡി എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം മോൻ പേടിക്കൊന്നും വേണ്ട, കിട്ടിയ അവസരം മുതലെടുക്കാൻ വേണ്ടി വന്നവനായവൻ. പെട്ടെന്ന് പോലീസ് പറഞ്ഞു, ആകാശ് മേനോൻ ഇവിടെ നിന്ന് പോകണം, നിങ്ങൾ പോ. ഞാൻ പോയേക്കാം, എനിക്കിവിടെ എന്ത് കാര്യം, ഞാൻ പോയേക്കാം. കുഞ്ഞിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചതേ ഈ ആദ്യം തന്നെയാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ പറയുന്ന വിശ്വാസമില്ലെങ്കിൽ സാർ ഇവൻ്റെ റൂമിൽ കയറി പരിശോധിച്ച് നോക്കണം. പലതും സാറിന് മനസ്സിലാകും, പലതും സാറിന് അവിടെ നിന്ന് കിട്ടുകയും ചെയ്യും. സാറേ, ഇവനൊരു കുട്ടി ക്രിമിനലാ എന്നൊക്കെ ആകാശ് പറയാണ്. ആദ്യം മഹേഷിനെ കെട്ടിപ്പിടിച്ച് കരയാണ് കേട്ടോ. എന്തായാലും പോലീസ് ആകാശ് ഇതും പറഞ്ഞിട്ട് അങ്ങോട്ട് പോയി. മഹേഷ് ആദ്യം ചേർത്ത് പിടിക്കുക. ഞങ്ങൾക്കൊക്കെ മോനെ വിശ്വാസം, അവനെ ഞാൻ കാണേണ്ട വിധത്തിൽ കാണുമ്പോൾ അവൻ സത്യങ്ങൾ പറഞ്ഞോളും. ഇതേ സമയം മഞ്ജിമയ്ക്ക് മനസ്സിലായിട്ടോ ഇയാൾ ഇത്ര ക്രൂരനാണ് എന്ന്. മഞ്ജിമ പതുക്കെ ആകാശിന് പിന്നാലെ പോവുക. നിങ്ങളൊന്ന് നിന്നേ അവിടെ എന്ന് പറഞ്ഞു. ആഹാ, നിനക്ക് സന്തോഷമായോ? നിന്നെ ഞാൻ രക്ഷിച്ചു തന്നില്ലേ, നിനക്ക് ഇതിൽ കൂടുതൽ എന്ത് വേണം? ആകാശ് മേനോൻ അങ്ങനെയാണ്. ഒരിക്കലൊരു സഹായം ചെയ്ത് തന്നവർ ഏത് കുഴിയിൽ വീണാലും കൈ പിടിച്ച് കരയ്ക്ക് കയറ്റും. ഇതിനൊക്കെ എന്നോട് നന്ദി കാണിക്കണേ. കുഞ്ഞിനെ അപായപ്പെടുത്തത് നിങ്ങളല്ലേ? എന്താണ് നിനക്ക് ഇത്ര ഉറപ്പ്? ഞാൻ കുഞ്ഞിനെ അപകടപ്പെടുത്തുന്നത് നീ കണ്ടായിരുന്നോ?
കണ്ടോടി മഞ്ജുമേ എന്നിങ്ങനെ ചോദിച്ചു ആകാശ്. വെറുതെ ഊഹം വെച്ച് പറയരുത്, കണ്ടെങ്കിൽ മാത്രം പറയാവുള്ളൂ. അതെ, നിങ്ങൾ തന്നെയാ. എല്ലാവരും കൂടി നിന്നെ വിശ്വസിച്ചേൽപ്പിച്ച് പോയ കുഞ്ഞ് അല്ലേ? അല്ല, അതിൻ്റെ മേത്ത് ഞാൻ സ്പ്രേ ചെയ്യുന്നത് കണ്ടിട്ട് നീ മിണ്ടാതിരുന്നോ? ഞാൻ തീർത്തിട്ട് പൊക്കോട്ടെ എന്ന് കരുതിയോ? വാതിൽ ലോക്ക് ചെയ്യാൻ മറന്നുപോയി. ഞാൻ ബാത്റൂമിൽ പോയിരുന്ന സമയത്താണ് നിങ്ങൾ വന്നത്. അല്ല, നീ ആ റൂമിൻ്റെ കട്ടിലിനടിയിലുണ്ടായിരുന്നു, ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറയാണ്. മഹേഷിൻ്റെ ബെഡിൻ്റെ അടിയിൽ നീയും മറ്റൊരുത്തനും കൂടി നിലത്ത് ഒളിച്ച് കിടക്കുമായിരുന്നു. നീ മാത്രമല്ല, മനസ്സിലായോ? ഇത് കേട്ട് മഞ്ജുമയ്ക്ക് മനസ്സിലായി കേട്ടോ. ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന്. ആകാശ് കണ്ടിരുന്നു ഇവരെ, എന്നിട്ടും മൈൻഡ് ചെയ്യാതിരുന്നതാണ്. എന്തായാലും മഞ്ജുമയ്ക്ക് പറയാൻ പറ്റില്ല. വീട്ടിൽ ആരുമില്ലാത്ത നേരം നീ വിളിച്ച് കയറ്റിയതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. മഞ്ജുമയ്ക്ക് ദേഹം തളരുന്ന പോലെയൊക്കെ തോന്നി. ഹെടി, നിങ്ങളെ കണ്ടിട്ട് തന്നെയാടി ഞാൻ വന്ന കാര്യം സാധിച്ചിട്ട് പോയത്. പിന്നെ നീ വീട്ടിലുണ്ടാകും, നിനക്ക് നല്ലൊരു തുക തരണം എന്നൊക്കെ തന്നെയായിരുന്നു മനസ്സിൽ. പക്ഷേ എനിക്ക് ആ തുക ലാഭമായില്ലേ? എല്ലാ കുറ്റവും അവൻ്റെ മേലെ ആയില്ലേ? പിന്നെന്താ, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്താ അതിന് തെളിവ് എന്ന് ചോദിച്ചാൽ, ആ കീടനാശിനി സ്പ്രേയെ ഞാൻ ആദ്യയുടെ റൂമിൽ അവൻ്റെ കട്ടിലിനടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ദേ, ഒരു കാര്യം ഞാൻ പറയാം, നീ ഇത് മനസ്സിലിരിക്കാതെ പുറത്ത് വിട്ട കട്ടിലിനടിയിൽ നിന്നെയും മറ്റവനെയും കണ്ട വിവരം എനിക്ക് പറയേണ്ടി വരും. ഞാൻ ചെയ്തതിന് നീയും നിൻ്റെ മറ്റവനും സാക്ഷി, അവനും വരേണ്ടി വരും. എന്താടി ആകാശ് മേനോനെ, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും ആകാശ് മേനോനെ നിനക്കൊന്ന് വിളിച്ചാൽ പോലെ. നീ അണ്ടവന്മാരെയൊക്കെ വിളിച്ചെടുത്തിൻ്റെ കാര്യമുണ്ടോ? ഞാൻ വരില്ലേ? എന്തായാലും ഞാൻ നിന്നെ വിളിക്കുമ്പോൾ നീ വന്നേക്കണം. എന്നാൽ പോട്ടേടി. ഉടനെ നമുക്കൊന്ന് കൂടാം എന്ന് പറഞ്ഞു മഞ്ജുമയോട്. മഞ്ജുമയ്ക്കാണെ കാലി വന്നു കേട്ടോ. എന്നിട്ട് ആകാശ് ഒരു കള്ളച്ചിരിയൊക്കെ ചിരിച്ചിട്ട് അങ്ങ് പോയി. മഞ്ജുമയ്ക്ക് മനസ്സിലായി, ഐ ആം ട്രാപ്ഡ്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി ഓക്കെ, താങ്ക് യു.